ലോകത്തിലെ അത്ഭുതകരമായതും ഏറ്റവും വലിയതുമായ വിമാനങ്ങൾ. ആകാശത്തിലൂടെ നമുക്ക് പറക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മെ പറക്കാൻ സാധിപ്പിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് വിമാനം. പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ വിമാനങ്ങളിൽ ഇന്ന് നിങ്ങൾ കാണാനായി പോകുന്നത് ലോകത്തിലെ വിചിത്രമായതും നിങ്ങൾക്ക് കണ്ടു പരിചയമില്ലാത്ത ഒമ്പൻ വിമാനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാനായി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്പർ 9, ടുപാലോ Tu-116 ബ്ലാക്ക് ജാക്ക് ആണ്. 1980 റഷ്യൻ വിമാന കമ്പനിയായ ടുപാലോ ഡിസൈൻ ബ്യൂറോ കമ്പനിയാണ് ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിൽ നിർമ്മിച്ചിട്ടുള്ള വിമാനങ്ങളിൽ ഏറ്റവും വലിയ യുദ്ധവിമാനമാണ് ടുപാലോ Tu-116 ബ്ലാക്ക് ജാക്ക്. ശബ്ദത്തിനേക്കാൾ കുതിച്ചുയരാൻ സാധിക്കുന്ന ലോകത്തിലെ വലുതും ഭാരമേറിയതുമാണ് ഈ ഒരു വിമാനം. സോവിയറ്റ് യൂണിയന് വേണ്ടി അവസാനമായി നിർമ്മിച്ച ഒരു വിമാനം കൂടിയാണ് ടുപാലോ Tu-116 ബ്ലാക്ക് ജാക്ക് എന്നത്. നമ്പർ 8, സ്ട്രാറ്റ ലോഞ്ച് എന്ന വിമാനമാണ്. മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറിൽ ഒരാളായ പോൾ അലനും സഹസ്ഥാപകനായ സ്റ്റീൽഡ് ക്രൊബേസ്റ്റിസ്റ്റ് എന്ന അമേരിക്കൻ എയറോസിസ്റ്റ് നിർമ്മിച്ചതാണ് ഈ ഒരു വിമാനം. രണ്ട് വിമാനങ്ങൾ ചേർത്ത് വെച്ചതുപോലെയുള്ള ഈ ഒരു വിചിത്രമായ ഒരു വിമാനം വളരെ വ്യത്യസ്തമായ ഉപയോഗത്തിന് വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. എയർ ടൂൾ ഓർബിറ്റ് റോക്കറ്റുകളെ ഹൈ ഓർബിറ്റ് ടൂളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. റോക്കറ്റുകളുടെ ഇന്ധന ചെലവ് കുറക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വിമാനം നിർമ്മിക്കാനുള്ളതിൻ്റെ പ്രധാന ലക്ഷ്യമെന്നത്. 238 അടിയുള്ള ഈ വിമാനത്തിന് 28 ലാൻഡിംഗ് വീൽ ഗിയറുകളാണ് ഉള്ളത്. 385 അടി വിങ് സ്പാനുള്ള ഈ വിമാനത്തിൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലത്തിലേറെ വലിപ്പമുണ്ട്. 36,000 അടി ഉയരങ്ങളിലേക്ക് 250 ടൺ ഭാരം എത്തിക്കാൻ ഈ ഒരു വിമാനത്തിന് സാധിക്കും. നമ്പർ 7, ബോയിങ് 7478. ലോകത്തിലെ ഇതുവരെ നിർമ്മിച്ചതിൽ പാസഞ്ചർ വിമാനങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ വിമാനമാണ് ബോയിങ് 7478. ഒരു രീതിയിൽ പാസഞ്ചർ ട്രാൻസിഷന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനുള്ള ഒരേ ഒരു വിമാനമാണിത്. 1970കളിലാണ് ആദ്യമായി ബോയിങ് 7478 പുറത്തിറങ്ങുന്നത്. കാലത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടും ടെക്നോളജിയുടെ വളർച്ചയിലും രൂപാന്തരം സംഭവിക്കുന്ന ബോയിങ് 747 വിമാനങ്ങളിലെ ഏറ്റവും വലിയ വിമാനമാണ് ബോയിങ് 7478. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനും കാർഗോ കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ ഒരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. നമ്പർ 6, മെക്ഡോണൽ ഡഗ്ലസ് KC-10 എക്സ്റ്റൻഡർ. അമേരിക്കയിലെ മെക്ഡോണൽ സെറോൺ സ്പേസ് മാനുഫാക്ചറിംഗ് കോർപ്പറേറ്റിംഗ് കമ്പനി നിർമ്മിച്ച ടാങ്കർ എയർക്രാഫ്റ്റ് ആണിത്. ആകാശങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളിൽ നിലത്തിറങ്ങാതെ തന്നെ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളാണ് ടാങ്കർ ക്രാഫ്റ്റുകൾ. 1981ലാണ് ആദ്യത്തെ KC-10 എക്സ്റ്റൻഡർ വിമാനങ്ങളുടെ സർവീസ് ആരംഭിക്കുന്നത്. ഇന്ന് ഈ വിമാനം അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. 16,147 ഗ്രാം ഇന്ധനം വഹിക്കാനുള്ള ശേഷി ഈ ഒരു വിമാനത്തിനുണ്ട്. നമ്പർ 5, എയർബസ് A318-800 ആണ്. ബോയിങ്ങിന്റെ ലാർജ് കപ്പാസിറ്റി വിമാനങ്ങളുമായി ബന്ധമുള്ള ഒരേ ഒരു വിമാനമായിരുന്നു ഇത്. ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർബസ് 2007 പുറത്തിറങ്ങി. എന്നാൽ എയർബസ് A318-800 238 അടി നീളവും 261 വിങ് സ്പാനുമുള്ള ഈ ഒരു ഡബിൾ ഡെക്കർ വിമാനത്തിൽ 758 യാത്രക്കാരെയാണ് സഞ്ചരിക്കാനായി സാധിക്കുക. 2 ലക്ഷം കോടി രൂപയാണ് എയർബസ് ഈ ഒരു വിമാനം നിർമ്മിക്കാനായി ചിലവാക്കിയത്. മാത്രമല്ല 2011 എയർബസ് A318-800 നിർമ്മാണം നിർത്തലാക്കി. നമ്പർ 4, ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ മാർക്ക് 3. 1997 ബോയിങ് ലയിച്ച അമേരിക്കയിലെ മെക്ഡോണൽ എയർസ്പേസ് മാനുഫാക്ചർ കോർപ്പറേഷൻ 1980കളിൽ അമേരിക്കൻ സൈന്യത്തിനു വേണ്ടി നിർമ്മാണം ആരംഭിക്കുകയാണ്. ഹെവി ട്രാൻസ്പോർട്ട് വിമാനമാണ് C-17 ഗ്ലോബ് മാസ്റ്റർ മാർക്ക് 3. 1995കളിലാണ് ഇത് ആദ്യമായി പറക്കാൻ സാധിച്ചത്. 2015 നിർമ്മാണം നിലച്ച ഈ ഒരു വിമാനം ഇന്ന് വെറും 225 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. സൈന്യത്തിന് വൻ മുതൽക്കൂട്ടായ ഈ വിമാനത്തിന് പകരക്കാരനായി ഒരു വിമാനത്തിനും സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇനി 20 മുതൽ 30 വർഷം വരെ ഈ ഒരു വിമാനം പറക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 5, എയർബസ് ബെലുഗ XL.
ലോകത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചതിൽ ഏറ്റവും വിചിത്രമായ പേരുള്ള വിമാനമായിരിക്കും എയർബസ് ബെലുഗ എക്സൽ. പക്ഷേ ഈ വിമാനത്തെ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ മനസ്സിലാവും ഇതിന്റെ പേരിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന്. കാരണം സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ബെലുഗ തിമിംഗലത്തെ പോലെയാണ് ഈ ഒരു വിമാനത്തെ എയർബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2018 പുറത്തിറങ്ങിയ ബെലുഗ എക്സൽ ഒരു ഹെവി ട്രാൻസ്പോർട്ടേഷൻ എയർക്രാഫ്റ്റ് കൂടിയാണ്. 2020കളിലാണ് ഇതിന്റെ സർവീസ് ആരംഭിക്കുന്നത്. വിമാനത്തിന്റെ ഭാഗങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ബെലുഗ എക്സൽ നിർമ്മിച്ചിട്ടുള്ളത്. നമ്പർ 2 ബോയിങ് 747 ഡ്രീം ലിഫ്റ്റർ ആണ്. ബോയിങ് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വിമാനമാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തേത്. നിർമ്മിച്ച ഏറ്റവും കാർഗോ കപ്പാസിറ്റിയുള്ള വിമാനമാണ് ബോയിങ് 747 ഡ്രീം ലിഫ്റ്റർ. ബോയിങ് 747-400നേക്കാൾ കാർഗോ കപ്പാസിറ്റി ഉള്ള ഈ ഒരു വിമാനം ആകെ 4 എണ്ണമാണ് നിലനിൽക്കുന്നത്. 2007ലാണ് ഈ ഒരു വിമാനം പുറത്തിറക്കുന്നത്. ബോയിങ്ങിന്റെ തന്നെ 787 ഡ്രീം ലിഫ്റ്ററിന്റെ ഭാഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാനാണ് ഈ ഒരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണയായി വിമാനങ്ങളുടെ ഭാഗങ്ങൾ ചിലവ് കുറഞ്ഞ രീതിയിൽ സമുദ്രമാർഗങ്ങൾ വഴിയാണ് കൊണ്ടുവരാറുള്ളത്. എന്നാൽ ഇത് വളരെയധികം സമയമെടുക്കും. എന്നാൽ ബോയിങ്ങിന്റെ തന്നെ 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഓർഡറുകൾ കൂടിയത് മൂലം അത് കൃത്യസമയത്ത് എത്തിക്കുവാൻ വേണ്ടിയാണ് ബോയിങ് 747ന്റെ മോഡൽ വേർഷനായ 747 ഡ്രീം ലിഫ്റ്റർ പുറത്തിറക്കുന്നത്. നമ്പർ 1 ആന്റനോവ് AN-225 മരിയ. 1980കളിൽ സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ ബഹിരാകാശ വാഹനവുമായി പൊരുത്തപ്പെടാൻ ഒരു ബഹിരാകാശ വിമാന പദ്ധതി വികസിപ്പിച്ചെടുക്കുകയാണ്. ബഹിരാകാശ വാഹനങ്ങളെ പോലെ സോവിയറ്റ് ബുറാനും ഒരു പവറില്ലാത്ത ഗ്ലൈഡറായി ലാൻഡ് ചെയ്യുമായിരുന്നു. അതായത് വിക്ഷേപണ സ്ഥലത്തേക്ക് മടങ്ങാൻ ഒരു യാത്ര നടത്തേണ്ടി വന്നു. ബുറാന്റെ പുറകിൽ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു എയർലിഫ്റ്റ് കാർഗോ വിമാനമായിരുന്നു ആന്റനോവ് AN-225 മരിയ. റൈറ്റ് ഫ്ലയറിന്റെ ആദ്യ പറക്കലിനേക്കാൾ നീളമുള്ള കാർഗോ ഹോൾഡ് 143 അടി നീണ്ടു നിന്നു. ഇപ്പോഴും AN-225നെ മറികടക്കാൻ ഒരു എയർലിഫ്റ്റിനും സാധിച്ചിട്ടില്ല. 2022 ഉക്രൈനിലെ റഷ്യൻ അധിനിവേശ വിമാനത്താവള യുദ്ധത്തിൽ മുഴുവനായും നഷ്ടപ്പെടുകയാണ് AN-225 മരിയ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ഹാവ് എ നൈസ് ഡേ.